2 ബേബിമാരും കൂടി ഇരുന്ന് പറയുകയാണ്. നൂറ പറയുന്നു, എനിക്ക് ഫൈനൽ 5-ൽ വരണമെന്നുള്ളത് എൻ്റെ ഡ്രീമായിരുന്നു. എനിക്ക് പൈസയൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും എനിക്ക് ഫൈനൽ 5-ൽ വരണം. അതെൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഞാനങ്ങനെ എന്തായാലും എനിക്കത് വന്നല്ലോ. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആതിര പറഞ്ഞു, എനിക്ക് വരാൻ പറ്റിയില്ല, പക്ഷേ എന്നാലും ഞാൻ ഫുൾ എഫേർട്ട് എടുത്ത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എഫേർട്ട് ഇട്ടില്ലെന്നല്ല, ഞാൻ നന്നായിട്ട് എഫേർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയെന്നും നൂറ പറയുന്നുണ്ട്. അപ്പോഴേക്ക് അനുമോള് നമ്മുടെ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുക. ഉടനെ ഈ ആതിര പറയാം, അയ്യോ അമ്മായി വന്നിട്ടുണ്ട്. ഒരാൾ കിച്ചണിൽ കയറത്തേയില്ല, ക്യാപ്റ്റനാണെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ കിച്ചണിൽ കയറത്തില്ലെന്ന് രാവിലെ തന്നെ എല്ലാവരും ഡിവൈഡ് ചെയ്ത് കൊടുത്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കിച്ചണിൽ വരത്തില്ല, പിന്നെ ഫ്ലോറിൽ വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടോയ്ലറ്റ് സെഷനിലേക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ കിച്ചണിൽ ഒരു ഹെൽപ്പ് ഞാൻ ചെയ്യത്തില്ല. പിന്നെ അടുത്തിരിക്കുന്ന അതിനേക്കാട്ടി കള്ളിയാണ്, ഒരു പണി എടുക്കത്തില്ല പെൺപിള്ളേർ, ഒരു പണി എടുക്കാത്ത 2 പെൺപിള്ളേരാണ്. അപ്പം അനുമോൾ വന്നിട്ട് വിളിക്കുകയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പം സവാള കട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ രാവിലത്തേക്കെല്ലാം തയ്യാറാക്കാൻ പറ്റുള്ളൂ, എണ്ണീച്ച് വാ അതില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഒരു തരത്തിലും ഈ ആതിൽ ചെല്ലത്തില്ല. അപ്പം അനുമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അനുമോൾ വന്നിട്ട് നമ്മുടെ നൂറയോട് ചോദിക്കുകയാണ്, ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇവിടെ കിച്ചണിലിടണ്ടെന്ന്, എനിക്ക് വേറെ ആരെങ്കിലും ഹെൽപ്പിന് മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ എന്താ നീ പറയുന്നവരെയാണോ കിച്ചണിലിടുന്നതെന്ന് ഈ ആതിര ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിലെ ജോലി എടുക്കത്തില്ല, അതിലെ വിളിക്കുന്ന സമയത്തൊന്നും അതിലെ വരത്തില്ല, ഇങ്ങനെ തറുതല പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അനുമോൾക്ക് ഇഷ്ടമല്ല. ഇന്ന് ഉച്ചയ്ക്കും ഇങ്ങനെയൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി, ആഹാരം വിളമ്പുന്ന സമയത്തൊക്കെ. പിന്നെ അനുമോൾ ദേഷിച്ചിട്ട് പറഞ്ഞു, നാളെ ടാസ്ക്കൊക്കെ ഉള്ളത്, അവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കണം, നീ എണീറ്റ് വരുന്നുണ്ടോ? ഇപ്പോൾ സവാള കട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ രാവിലത്തേക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സവാള ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെക്കാൻ പാടില്ലെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇത് ചെയ്ത് വെച്ചിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ. സാബുമാൻ എന്തി അവനെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് കിച്ചൻ്റെ ക്യാപ്റ്റനാണ്, അയാൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ല. അനുമോൾ വന്നിട്ട് ഇത് പറയേണ്ടുന്ന കാര്യമില്ല, ക്യാപ്റ്റനല്ലേ ഇതെല്ലാം ചെയ്യിക്കേണ്ടത്. അപ്പം ഇവർ 2 പേരും കൂടെ എണ്ണീച്ചിട്ട് അനുമോളുടെ പുറകെ ചെല്ലുകയാണ്. എന്നിട്ട് അതിലേക്ക് ഭയങ്കര ദേഷ്യം, അടിക്കാൻ പോകുന്നതാണ് കിച്ചണിലേക്ക് നടന്നു വരുന്നത്. അനുമോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതിന് അനുമോൾ പറഞ്ഞായിരുന്നു, എനിക്ക് രാവിലെ എണീച്ചിട്ട് കാന്തിയൊന്നും കട്ട് ചെയ്യാനും കുളിച്ച് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തുമില്ല, അതുകൊണ്ട് ടാസ്കും ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നമുക്കിപ്പോൾ രാത്രി തന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാമെങ്കിൽ പെട്ടെന്നെല്ലാം തയ്യാറാക്കാൻ പറ്റും. അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ് അനുമോൾ പറയുന്നത്. എന്നിട്ട് ആതിര കിച്ചണിലോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അനുമോളാണെ ബോർഡും ആ ഒരു കത്തിയും എല്ലാം എടുത്ത് കൊടുത്ത്, എന്ത് സവാള എവിടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഞാൻ വിചാരിച്ച് സാബുമാനെ കൊണ്ട് അരിയിക്കാമെന്ന്. അപ്പോൾ ഉടനെ പറഞ്ഞു, എന്നാൽ നീ അവനെ കൊണ്ട് അങ്ങ് അരിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അരിയത്തില്ല, ഞാൻ ബീൻസ് അരിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവൻ പറഞ്ഞ്, അവന് സവാള അരിയാൻ അറിയത്തില്ല, നീ അരിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അനുമോൾ സവാള എടുക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള വഴക്കായിരിക്കണം നാളെ ലൈവിൽ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ലൈവിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.